തൊഴിലാളികളെ സംഘടിപ്പിച്ചതിന്റെ കഥയൊക്കെ ഇപ്പോൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. അന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലത്ത് നെൽവയലിലെ തൊഴിലാളികൾക്ക് വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ കൊടുത്തിരുന്നതെല്ലാം നെല്ലിൽ കല്ലുണ്ടാവും. എന്നിട്ട് പറയും പറയല്ല കൂലിയ എന്നൊരു പാത്രമാണ്, അതിൽ അളന്ന് കൊടുക്കുകയുള്ളൂ. നെല്ലും കല്ലും തൊഴിലാളി വീട്ടിൽ പോയിട്ട് കല്ല് വേർതിരിച്ചിട്ട് നെല്ല് വേർതിരിച്ചെടുത്ത് അത് അരിയാക്കി കഞ്ഞി വെച്ച് കുടിക്കണം. കുടുംബം പോറ്റാൻ പറ്റില്ല, പട്ടിണിയാണ്. ആ തൊഴിലാളികളെ തങ്ങൾ അധ്വാനിക്കുന്നതിനനുസരിച്ച് കൂലി വേണം, അതിനു വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, തൊഴിലാളികൾക്ക് നല്ല കൂലി, തൊഴിൽ സമയത്ത് ഭക്ഷണം, നല്ല പെരുമാറ്റം, അതുപോലെ ഭൂമി, അതുപോലെ വീട്, ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത പ്രസ്ഥാനമാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനം. അതിനൊരു ചരിത്രമുണ്ട്. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തിട്ട് 18 പേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ജന്മിമാരുടെ ഗുണ്ടകളും പോലീസും. മിച്ചഭൂമി സമരം അങ്ങനെയെല്ലാം നടത്തിയിട്ടുണ്ട്. ആ കർഷക തൊഴിലാളി പ്രസ്ഥാനം 1970-കളിൽ കേരളത്തിൽ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ തൊഴിലും കൂലിയും ഭൂമിയും പാർപ്പിടവും മാത്രമല്ല, തൊഴിലാളികൾക്ക് സർക്കാരിന്റെ പരിരക്ഷ വേണം എന്ന് പറഞ്ഞാൽ അധ്യാപകർക്കും ജീവനക്കാർക്കും സർക്കാർ എങ്ങനെയാണോ പരിരക്ഷ ഉറപ്പുവരുത്തുന്നത്, സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നത്, അതുപോലെ മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും സുരക്ഷ ഉറപ്പുവരുത്തണം. ഒരാൾ അധ്യാപകനായി, ഒരാൾ ക്ലർക്കായി, ഒരാൾ പഞ്ചായത്ത് സെക്രട്ടറിയായി, വില്ലേജ് ഓഫീസറായി, അവരെ പഠിച്ച് അറിവും കഴിവും സമ്പാദിച്ച് സർക്കാർ ജോലി നേടി നല്ല ശമ്പളം പറ്റുന്നവരായി. അവർ 56-ാമത്തെ വയസ്സിലോ 60-ാമത്തെ വയസ്സിലോ ജോലിയിൽ നിന്ന് വിരമിച്ചാൽ അവർക്ക് എന്തുകൊണ്ട് പിന്നെ മരിക്കുന്നത് വരെ പെൻഷൻ സർക്കാർ കൊടുക്കുന്നുണ്ട്. അവർ മരിച്ചാൽ അവരുടെ ഭാര്യയ്ക്ക് എന്ത് കൊടുക്കും? പെൻഷൻ കൊടുക്കും, പകുതിയാക്കി കൊടുക്കും. ഇന്നും അതുണ്ട്. ഇന്ന് പക്ഷേ വന്ന പ്രത്യേകത പെൻഷൻ ഫണ്ടിൽ ജീവനക്കാരെ പണം നിക്ഷേപിക്കണം എന്നുള്ളതാണ്. നേരത്തെ അതൊന്നും ഇല്ലാതെ തന്നെ പെൻഷൻ കൊടുക്കും. കർഷക തൊഴിലാളിയോ ഈ നാട്ടിലെ സാധാരണക്കാരനോ അവൻ